ബഹുമാനപ്പെട്ട വികാരിച്ച മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ ഇടവകയിലെ പൂവേലിൽ പോൾ ആന്റണിയുടെ ഒരു കുടുംബ സുഹൃത്താണ് ഞാൻ. ചിലപ്പോഴൊക്കെ അവരുടെ ഭവനം ഞാൻ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ സന്ദർശിച്ച ഒരു തവണ വികാരിച്ചനെയും കാണാനിടയായി. അപ്പോൾ വികാരിച്ച സ്നേഹപൂർവ്വം എന്നെ ഈ ദിവ്യബലിയിലേക്ക് ക്ഷണിച്ചു. സന്തോഷപൂർവ്വമാണ് ഞാൻ ആ ക്ഷണം സ്വീകരിച്ചത്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ ഞാനായിരിക്കാൻ നിങ്ങൾ കാരണമായത്. ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് തിരുക്കുടുംബത്തിന്റെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. യോസേപ്പ് പിതാവ് നമ്മുടെ ഇടവകയുടെയും മധ്യസ്ഥനാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആഴമായ സ്നേഹവും വിശ്വാസവും ഉണ്ടാകുന്നതിന് യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. തീർച്ചയായും നമ്മൾ കൂടുതൽ ദൈവൈക്യത്തിൽ വളരാൻ, ദൈവസ്നേഹത്തിൽ വളരാൻ യോസേപ്പ് പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ആ വിശ്വാസത്തോടുകൂടെ നമുക്ക് ഇന്ന് ഈ ദിവ്യബലി അർപ്പിക്കാം. യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർമ്മലമായ മനസ്സോടുകൂടെ സ്നേഹത്തോടുകൂടെ ഒരുമിച്ച് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നവരെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ അവർ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ വിചാരത്തോടും കൂടെ അവർ അങ്ങേക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൊഴുകുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആത്മീയ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ.
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും മൂർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പുരാശ്രവച്ചാലും. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. നിന്നെ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചില്ല. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവന്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണ് ഇത്. ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ. ഈ മഹാഗ്നി ഒരിക്കലും നീ കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു. അന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു. അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും. എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും സ്തരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ഹെബ്രായരുടെ പുസ്തകത്തിലുള്ള ലേഖനം 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഗുരുവായൂർ ശ്രദ്ധിച്ചാലോ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുഗ്രഹിക്കുന്നവരാവണം നിങ്ങൾ. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശബ്ദം ചെയ്യാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെ കൊണ്ട് തന്നെ ശബ്ദം ചെയ്ത് പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം. തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകവചനം സൃഷ്ടി ചെയ്തൊരു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായകവചനം സൃഷ്ടി ചെയ്തൊരു വചനം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1, 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും.
എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. പ്രിയമുള്ളവരെ, ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഒന്ന് കയറിയിരിക്കണം. ആണുങ്ങൾ വെളിയിൽ ഒത്തിരി പേര് നിൽക്കുന്നതിനാൽ എല്ലാവർക്കും ദേവാലയത്തിനുള്ളിൽ ഇടയുണ്ട്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അവസാനം പറഞ്ഞുകൊള്ളാം. നമുക്കായിട്ട് നമ്മുടെ പ്രധാന തിരുനാളിന്റെ ഈ പ്രധാന സന്ദേശം നൽകുവാനെത്തിയിരിക്കുന്നത് വലിയ ബഹുമാനപ്പെട്ട വർഗീസ് പൊട്ടയ്ക്കൽ അച്ഛനാണ്. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാൻസലറാണ് അച്ഛൻ. അച്ഛനെ കുറിച്ച് പറയുവാൻ എനിക്ക് 1000 നാവുകൾ പോരാ. കാരണം ചെയ്യുന്നതിലെല്ലാം കൃത്യത വേണമെന്ന്, ആർക്കും ദോഷം വരരുതെന്ന് മനസ്സിലാഗ്രഹിക്കുന്ന ഒരു നല്ല വേദികനെയാണ് ഞാൻ അച്ഛനിൽ കാണുക. എല്ലാത്തിലും കൃത്യത വേണം. നിയതമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാം നടക്കണമെന്ന് നിഷ്കർഷ വയ്ക്കുന്ന, അതേസമയം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, എപ്പോഴും പുഞ്ചിരിയുള്ള നല്ലൊരച്ഛൻ. മനസ്സിൽ ദൈവവചനം 7 നേരവും എല്ലായ്പ്പോഴും ധ്യാനിക്കുന്ന, മനനം ചെയ്യുന്ന, ദർശനമുള്ള ഒരു നല്ല അച്ഛൻ. ആ അച്ഛനെ നമുക്ക് കിട്ടിയതിൽ, നമ്മുടെ ഈ പ്രധാന തിരുനാളിന്റെ സന്ദേശത്തിന് കിട്ടിയതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അച്ഛന്റെ തിരക്കുകൾ മാറ്റിവെച്ച് നമുക്കായിട്ട് ചിലവഴിക്കുന്ന ഈ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വലിയ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനെ ഈ ഇടവകാലങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സാഗൂതം അച്ഛനെ ശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തിൽ ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏവർക്കും ഏറെ സന്തോഷമുള്ള ദിവസമാണ്. ഈ സന്തോഷം ബാഹ്യമായി നിങ്ങൾ മനോഹരമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട് അൾത്താരയും ദേവാലയം മധുബഹയും എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഈ വഴിയിൽ കൂടെ പോരുമ്പോഴറിയാം നിങ്ങൾ ഈ തിരുനാളിന് കൊടുക്കുന്ന പ്രാധാന്യം. അത്രമാത്രം മനോഹരമായി ഇതെല്ലാം അലങ്കരിച്ച് വേണ്ടത്ര ഒരുക്കത്തോടുകൂടെ നാം നടത്തുന്ന ഒരു തിരുനാളാണ്. തിരുനാളിന്റെ നോട്ടീസ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് വാസ്തവമാണ്. കാരണം ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകമായ ബലിയർപ്പണത്തിലൂടെ, വചന വിചിന്തനങ്ങളിലൂടെ വിശ്വാസമെന്ന വിഷയം ആധികാരികമാക്കി ഈ ദിനങ്ങളിലെല്ലാം ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കുകയായിരുന്നു. ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നലെ വരെയുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടുകയാണ്. ഞാൻ വ്യത്യസ്തമായ ഒരു ആശയമാണ് പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് ഈ തിരുനാളിന്റെ സന്ദേശമായി ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ കണ്ണാടി കാണണം എന്നുള്ള വിഷയമാണ്. കാരണം നമ്മളെല്ലാം കാണുന്നതാണ് കണ്ണാടി. എല്ലാ ദിവസവും തന്നെ കണ്ണാടി കാണാത്ത ഈ ഭാഗങ്ങൾ ആരും തന്നെ കാണുകയില്ല. കുറച്ചൊക്കെ പുരുഷന്മാർ ചിലപ്പോൾ അങ്ങനെ കാര്യം മനസ്സിലിച്ചിരുന്നേക്കാം. ഞാൻ പറയുന്ന കണ്ണാടി അല്പം വ്യത്യസ്തമുണ്ട്. ഓസ്കാർ വൈൽഡിന്റെ മനോഹരമായ ഒരു ചെറുകഥയാണ് അതിന് ആധാരം. അദ്ദേഹം പറയും, ഇൻഫന്റായുടെ ജന്മദിനം എന്നുള്ള കഥയിൽ സ്പെയിനില് 13 വയസ്സുള്ള രാജകുമാരിയാണ് ഇൻഫന്റ്. അവൾക്ക് അമ്മയില്ല. രാജ്ഞി മരിച്ചുപോയ ദുഃഖം രാജാവിന്. അങ്ങനെ വിഷമിച്ചു കഴിയുമ്പോഴാണ് മകളുടെ ജന്മദിനം വരിക. രാജാവിന് നിർബന്ധമുണ്ട്. മകളുടെ ജന്മദിനത്തിൽ അവൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമായി അത് മാറണം. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളും വലിയ ഉത്സവങ്ങളുമൊക്കെ സംഘടിപ്പിക്കാൻ അങ്കിൾ പെദ്രോയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അങ്ങടുത്തുള്ള പട്ടണത്തിൽ സർക്കസ് കളിക്കുന്ന സർക്കസ് കൂടാരത്തിലെ ഒരു കൊച്ചു കുള്ളനെ കണ്ടെത്തി. അവൻ മനോഹരമായി നൃത്തം ചെയ്യുന്നവനാണ്. അവൻ നൃത്തം ചെയ്യുമ്പോൾ അവിടെയുള്ള കാണികൾ മുഴുവൻ അവന്റെ നൃത്തത്തിന്റെ ചുവടുകൾക്കനുസരിച്ച് അവരും നൃത്തം ചെയ്യാറുണ്ട്. കാരണം അത്രമാത്രം മനോഹരമാണ് അവന്റെ നൃത്തം. അതുകൊണ്ട് തന്നെ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. ജന്മദിനാഘോഷമായി പതിവ് പോലെ കുള്ളന്റെ നൃത്തത്തിനനുസരിച്ച് എല്ലാവരും ചുവട് വെച്ചു. സംഗീതത്തിനനുസരിച്ച് ആ ജനസമൂഹം മുഴുവൻ വികാരം കൊണ്ട് വീർപ്പുമുട്ടി നൃത്തം ചെയ്യുകയാണ്. നൃത്തമെല്ലാം കഴിഞ്ഞ് കുള്ളൻ അതിൽ പോകുന്ന അവസരത്തിൽ ഇൻഫന്റ് രാജകുമാരി ഓടിച്ചത് പറഞ്ഞു, നിന്റെ നൃത്തം വളരെ മനോഹരമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം
രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സൽക്കാരമുണ്ട്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലാണ് അത് നടക്കുക. നീ അവിടെയും നൃത്തം ചെയ്യുക. കുള്ളൻ വലിയ സന്തോഷം. അവൻ രാജ്ഞിയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, രാജകുമാരിയെ കണ്ടിട്ട് പോലുമില്ല. രാജകുമാരി തന്നെ അടുത്തു വന്ന് പറഞ്ഞിരിക്കുന്നു, നൃത്തം നല്ലതാണ്. പോകുന്ന വഴിക്ക് എല്ലാവരോടും പറഞ്ഞു, ഞാൻ നന്നായി നൃത്തം ചെയ്യുന്നുവെന്ന് രാജകുമാരി പറഞ്ഞു. അവൻ സന്തോഷമടക്കാനായില്ല. എല്ലാവരോടും, പൂക്കളോടും പുഷ്പങ്ങളോടും ഒക്കെ കിന്നാരം പറഞ്ഞു. അവൻ സന്ധ്യയാകുന്ന കാത്തിരിക്കുകയാണ്. സന്ധ്യയായപ്പോൾ 2 പടയാളികൾ വന്നു. രാജകൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. അവൻ നടന്നു പോകുമ്പോൾ രാജകൊട്ടാരത്തിന് വരാന്തയിൽ അപ്പുറത്ത് വേറൊരു കുള്ളൻ നിൽക്കുന്നു. ഈ കുള്ളൻ അങ്ങോട്ട് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതേപോലെ മറുഭാഗത്തിൽ പുഞ്ചിരിച്ചു. കൈ ഉയർത്തി കാണിച്ചു. അവിടുന്ന് അതുപോലെ തന്നെ. ഇവർ സന്തോഷമാണ്. പക്ഷെ മറ്റൊരു കുള്ളന്റെ ആ ജീവിതത്തെ കുറിച്ച് ഇവൻ ഒരിക്കലും കേട്ടിട്ട് പോലുമില്ല. അതുകൊണ്ട് അല്പം ആകാംക്ഷയുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. അവൻ കുറച്ചുകൂടെ അടുത്ത് ചെന്നപ്പോൾ ആ കുള്ളൻ ഇവന് നോക്കി പുഞ്ചിരിക്കുന്ന പോലെ അവന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുള്ളൻ നിലംപതിക്കുക, അനങ്ങുന്നില്ല. ഉടനെ ആ പാട് പരിഭ്രമമായി. പട്ടാളക്കാർ കുലുക്കി വിളിച്ചു. അവൻ അനങ്ങുന്നില്ല. ഉടനെ തന്നെ അങ്കിൾ പെദ്രോയെ വരുത്തി. അങ്കിൾ പെദ്രോ പറഞ്ഞു, നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് ഞാനാണ്, നീ എഴുന്നേൽക്കണം, നൃത്തം ചെയ്യണം. എന്നിട്ടും വശമില്ലാന്നായപ്പോൾ കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തി. വൈദ്യൻ വന്നു, കുള്ളനെ പരിശോധിച്ചു. അർദ്ധഗർഭമായൊരു മൗനം. അത് കഴിഞ്ഞ് കൊട്ടാരം വൈദ്യൻ പറഞ്ഞു, ഇനി കുള്ളൻ ഒരിക്കലും നൃത്തം ചെയ്യും. കാരണം ആദ്യമായി ജീവിതത്തിൽ അവൾ കണ്ണാടി കണ്ടു. ആ കുള്ളനെ പോലെ പുഞ്ചിരിച്ചതും കൈ ഉയർത്തിക്കാട്ടിയതും കണ്ണാടിയിൽ അവൻ കണ്ട അവന്റെ പ്രതിബിംബമാണ്. കണ്ണാടി കണ്ട ഒരു കാര്യം അവൻ മനസ്സിലായി. ആളുകളെല്ലാം അവന് നൃത്തം കണ്ടല്ല ചിരിച്ചത്, അവന്റെ വൈരൂപ്യം കണ്ട്, അവന്റെ കുറവുകളും പോരായ്മകളും കണ്ടതുകൊണ്ടാണ് ജനസഹസ്രങ്ങൾ അവന്റെ കൂടെ നൃത്തം ചെയ്തതും അവന്റെ കൂടെ സന്തോഷിച്ചതും. ആദ്യമായി അവനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടായി. കണ്ണാടി നല്ലതാണ്. ഇതുപോലെ കണ്ണാടി കാണാനാണ് ഞാൻ നമ്മെല്ലാവരും നിങ്ങളെ ക്ഷണിക്കുക. തീർച്ചയായും എനിക്ക് എന്റെ സൗന്ദര്യം കാണും, എന്റെ കുറവുകൾ നികത്താൻ പറ്റും, ഒപ്പം എന്റെ പോരായ്മയും കാണും. ഇന്ന് തിരുസഭാമാതാവ് നമ്മുടെ മുൻപിൽ വയ്ക്കുക വിശുദ്ധ ഔസേപിതാവാകുന്ന കണ്ണാടിയാണ്. ഈ ഔസേപിതാവാകുന്ന ജീവിതത്തിലൂടെ എന്റെ ജീവിതത്തെ നോക്കിക്കാണുവാനും എന്റെ ജീവിതത്തിലെ കുറവുകളും എന്റെ ജീവിതത്തിലെ പോരായ്മകളും തിരുത്തുവാനും നികത്തുവാനും എന്നിലുള്ള നന്മകൾ വർദ്ധമാനമാക്കി സമൂഹത്തിന് മുഴുവൻ സാക്ഷ്യത്തിന്റെ തലത്തിലേക്ക് എന്റെ ജീവിതത്തെ എടുത്തു വയ്ക്കുവാനും വേണ്ടിയുള്ള സഭയുടെ ആഗ്രഹമാണ്. സ്നേഹമുള്ളവരെ, ഈ കണ്ണാടി കാണാൻ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കേണ്ട ആവശ്യമുണ്ട്. വിശുദ്ധ ഔസേപിതാവിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. മൗനിയാണ് ഈ ഔസേപിതാവ് എന്ന് പറയാറുണ്ട്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒറ്റ വാക്കുപോലും ഈ ഔസേപിതാവിൻ്റെതായിട്ടില്ല. ഈ ഔസേപിതാവിനെ കുറിച്ച് വീണ്ടും പറയും, അവിടുന്ന് നീതിമാനാണ്, തിരുകുടുംബത്തിന്റെ സംരക്ഷകനാണ്, തന്റെ കുടുംബത്തിൽ ദൈവപുത്രന് ശിക്ഷണം കൊടുത്ത വ്യക്തിയാണ്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ വിശുദ്ധ ഔസേപിതാവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്തത് ഔസേപിതാവിന്റെ ജീവിതക്രമമാണ്. ഓരോ ദിവസമുള്ള ജീവിതക്രമമാണ്. ഔസേപിതാവ് നിദ്രയിലായിരിക്കുന്നു, നിദ്രയിൽ സ്വപ്നം കാണുന്നു, സ്വപ്നം കണ്ടു കഴിയുമ്പോൾ നിദ്രയിൽ നിന്നുണർന്ന ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഔസേപിതാവിന്റെ ജീവിതം മുഴുവൻ ഈ കുറച്ചു വാക്കുകളിൽ നമുക്ക് ഒതുക്കി വയ്ക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൗനിയായ ഔസേപിതാവ് നമ്മുടെ മുൻപിൽ ഏറ്റവും വാചാലമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതം മുഴുവൻ ദൈവത്തോട് ചേർന്ന് ദൈവ തൃക്കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ അതിന് ധന്യത കൈവരുന്നുള്ളൂ. ഔസേപിതാവ് മൗനിയാണ് എന്ന് പറയുന്നത് കാരണം എനിക്ക് തോന്നുക ഔസേപിതാവിനെ കുറിച്ച് പറയുമ്പോൾ അതേതോട് ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുവിശേഷം നമ്മോട് പറഞ്ഞതാണ്, ബൈബിൾ പണ്ഡിതന്മാർ പറയും ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. അപ്പോൾ ഔസേപിതാവിന്റെ ജീവിതത്തിന്റെ മുഖ്യമായ ഒരു ദിശ എന്ന് പറയുക, ഒരു ജീവിത ദർശനം എന്ന് പറയുക, എന്നും ദൈവത്തിന്റെ സന്നിധിയിൽ മൗനത്തോടെ നിൽക്കാൻ,
ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാൻ വിട്ടുകൊടുക്കുന്ന സമയത്തെക്കുറിച്ചുള്ള ചിന്തയുള്ള വ്യക്തിയാണ്. ഇന്ന് സാധാരണ പറയുക എല്ലാവർക്കും മൗനം പേടിയാണ്. നിശബ്ദമായിരിക്കും അറിയാൻ പാടില്ല. പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും മറന്നുപോകുന്നു. അതിലൊക്കെ സത്യമൊക്കെയുണ്ട്. നമുക്ക് വലിയ ആഘോഷങ്ങളും ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ ഇഷ്ടമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവക ദേവാലയം ഞാൻ ദൈവത്തിന്റെ മുൻപിൽ മൗനിയായിരിക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഇടമാണ്. ദൈവത്തിന് മുൻപിൽ ഞാൻ മൗനം പാലിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് എന്റെ ജീവിതത്തെ വിലയിരുത്തുവാനും ദൈവസന്നിധിയിൽ ദൈവവുമായി നടക്കുന്ന സംഭാഷണത്തിലൂടെ എന്റെ ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനുമാണ്. എന്ന് പറഞ്ഞാൽ മൗനം പ്രാർത്ഥനയാണ്. മൗനം ദൈവഹിതം തേടലാണ്. ഇത് പലപ്പോഴും ഈ ദൈവത്തിന്റെ അനുഭവം നഷ്ടപ്പെടുന്ന ജീവിതമായി മാറുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രവർത്തനത്തെ മറ്റുള്ളവർ കാണാൻ കഴിയാതെ പോവുക. ഒരിക്കലൊരു നല്ല മനുഷ്യന് ഒരു ദൈവിക ദർശനമുണ്ട്. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു പോലും, നാളെ പ്രഭാതത്തിൽ മലമുകളിലേക്ക് വരും, ഞാൻ നിനക്ക് ദൈവാനുഭവം തരാം. അവൻ വലിയ സന്തോഷമായി. അവൻ ആദ്യം വിചാരിച്ചു ഇത് വരെ സ്വപ്നവുമായിരിക്കും, അതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ല. കുറച്ചുനേരം കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും ഇതേ സ്വരം അവൻ കേട്ടു. അവൻ ആഹ്ലാദം കൂടി. അവൻ തീരുമാനിച്ചു ദൈവത്തെ കാണാൻ പോകണം. പക്ഷെ തയ്യാറെടുപ്പില്ലാതെ ഇങ്ങനെ ദൈവത്തെ കാണാൻ പോകുക. അതുകൊണ്ട് തന്നെ അവനുള്ള സമ്പത്ത് വിൽക്കാൻ ഏർപ്പാട് ചെയ്തു. ലഭിക്കാവുന്ന പണം കൊണ്ട് ഏറ്റവും വിലപിടിപ്പുള്ള വജ്രങ്ങളും സ്വർണവുമെല്ലാം കരുതിയവൻ എന്നിട്ട് വലിയൊരു ജാറയിൽ വാങ്ങിച്ച് അതിൽ സ്വർണവും വൈഡൂര്യങ്ങളും മരതങ്ങളും എല്ലാം നിറച്ച് മലമുകളിലേക്ക് യാത്രയാണ്. പ്രഭാതം തന്നെ അവിടെ ചെന്നു. ദൈവം എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് ദൈവസന്നിധി നിൽക്കുവാനുള്ള വലിയ തയ്യാറെടുപ്പോടെ ഈ പാത്രവും താങ്ങി പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുകയാണ്. സന്ധ്യയാകാറായി. ദൈവത്തിന്റെ അനക്കമില്ല, സ്വരമില്ല. അവൻ മനസ്സുമെടുത്തു. ക്ഷീണിതനായി എങ്ങനെയെങ്കിലും മടങ്ങി വീട്ടിലെത്തണം എന്നുള്ള ആഗ്രഹം മാത്രമായി. അവൻ അതേക്കുറിച്ച് ആലോചിച്ചു. ഇനിയും എന്തിന് ഞാൻ കാത്തിരിക്കണം, എന്തിന് എന്റെ സമയം കളയണം? അവൻ നഷ്ടത്തിന്റെ കണക്കുകളാവുക. മടങ്ങിപ്പോരാൻ ഭാവിച്ചപ്പോൾ പിറകിൽ നിന്ന് ഒരു സ്വരം കേട്ടു, മകനെ, ഞാൻ നിന്നെ കാത്തിരിക്കുക. ഞാൻ പ്രഭാതം മുതൽ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ അടുത്ത് വന്ന് നിന്നെ ഒന്ന് ആശ്ലേഷിക്കുവാൻ, എന്റെ ദിവ്യാനുഭൂതിയിൽ നിന്നെ ആലിംഗനം ചെയ്യുവാൻ ഞാൻ കാത്തിരുന്നിട്ട് മണിക്കൂറുകളായി. എനിക്ക് നിന്റെ അടുത്ത് വരാനോ നിന്നെ ആലിംഗനം ചെയ്യാനോ കഴിയാൻ സാധിക്കാത്ത വിധം വലിയ ഒരു ജാറയിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് നിന്നെ ആശ്ലേഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ അനുഭവം നിനക്ക് വേണമെങ്കിൽ കയ്യിലുള്ള ജാറ താഴെ വയ്ക്കുക. സ്നേഹമുള്ളവരെ, പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഞാൻ ദൈവാനുഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോഴും ഞാൻ എന്റെ ഇഷ്ടങ്ങൾ വിട്ടുകൊടുക്കാതെ ദൈവസന്നിധിയിൽ എന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാത്രം നിരത്തിവെച്ച് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയാതെ പോകുമ്പോൾ എങ്ങനെ എനിക്ക് ദൈവാനുഭവം ഉണ്ടാകും? അവർ ദൈവസന്നിധിയിൽ ഞാൻ ആയിരുന്ന ദൈവത്തെ ശ്രവിക്കുന്ന നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടാകാൻ, പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ഉണ്ടാകാൻ, മൗനത്തിന് ധന്യമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണെന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. യൗസേപ്പ് പിതാവിന് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച മൗനത്തിന്റെ കരുത്ത്, പ്രാർത്ഥനയുടെ കരുത്ത് ജീവിതത്തിൽ നിലപാടുകളായി രൂപപ്പെടുകയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് കടന്നുപോയ പ്രതിസന്ധികളിലൊക്കെ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന്റെ ഹിതം വായിച്ചെടുത്ത് അതിനനുസൃതമായ വിധം തന്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ യൗസേപ്പിന് കഴിഞ്ഞു. യൗസേപ്പ് പിതാവിന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം, നിരന്തരം യാത്രയുടെ ജീവിതമാണ്. മംഗളവാർത്ത ലഭിച്ചു. തന്റെ പ്രതിസുത വധു പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു. ദൈവത്തിന്റെ വളർത്തുപിതാകാനുള്ള ഭാഗ്യവും യൗസേപ്പ് പിതാവിന്. തീർച്ചയായും യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ച് അത് നൊമ്പരമാണ്. താൻ അറിയാതെ തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരം. എങ്കിലും ദൈവം പരിശുദ്ധ അമ്മയെ തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ യൗസേപ്പ് പിതാവ് ആവശ്യപ്പെട്ടു. യൗസേപ്പ് പിതാവ് പറയുക, നിദ്രയിൽ നിന്നുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചു പ്രവർത്തിച്ചു. വലിയൊരു പ്രതിസന്ധിയാണ്. വീണ്ടും ദൈവം പറയും, ഈജിപ്തിലേക്ക് പലായനം ചെയ്യണം. ഹെറോദേസ് രാജാവ് കുഞ്ഞിനെ വധിക്കുവാൻ ശ്രമിക്കുകയാണ്. ഒന്നും അറിയാൻ പാടില്ല. എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയായിരിക്കും.
ഒരു പ്രതീക്ഷയുമില്ല, ഒരു അറിവുമില്ല. ദൈവം പറഞ്ഞു യാത്രയാകും. വീണ്ടും ഹെറോദേസ് രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ദർശനമാണ് യൗസേപ്പ് പിതാവിന്. മടങ്ങിക്കൊള്ളൂ. യൗസേപ്പ് പിതാവ് അനുസരിച്ചു. എന്നാൽ ഇടയ്ക്ക് വെച്ച് വീണ്ടും സംശയം. ഹെറോദേസ് രാജാവിന്റെ മകൻ അർക്കലാവോസാണ് അവിടെ ഭരിക്കുക. അതുകൊണ്ട് പോയി ഗലീലയിൽ താമസിക്കണം. യൗസേപ്പ് പിതാവ് സന്നദ്ധനാണ്. സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിൽ താൻ ഒന്നുമല്ലാത്ത വിധം തന്റെ ജീവിതത്തെ മുഴുവൻ ദൈവതൃക്കരങ്ങളിൽ വെച്ചുകൊടുത്തിട്ട് പ്രതിസന്ധികളിൽ ദൈവം എന്നും എനിക്ക് തുണയാണ് എന്ന് പറയുന്ന മനോഭാവമാണ് നമുക്ക് ആർജിച്ചെടുക്കാൻ അത്ര എളുപ്പമുള്ള ഒരു ചിന്തയാണ്. ദൈവമാണ് എന്റെ തുണയെന്ന് ചിന്തിക്കുവാനും എന്റെ ജീവിതത്തെ പ്രതിസന്ധികളിൽ എന്നും ദൈവം കൂടെയുണ്ട് എന്ന് ചിന്തിക്കുവാനും കഴിയുന്ന മുഹൂർത്തം. അതിന് സാധിക്കണമെങ്കിൽ ഞാൻ ദൈവത്തോടൊപ്പം എന്റെ ജീവിതത്തിന്റെ കണക്കുകൾ കൂട്ടാൻ തയ്യാറാണ്. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, അത് വാസ്തവമാണ്. പക്ഷെ എന്നെങ്കിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന ഗ്രന്ഥകാരൻ മനോഹരമായൊരു കഥ പറയുന്നുണ്ട്. കഥ നടക്കുന്നത് കടലിന്റെ നടുവിലുള്ള ഒരു ചെറിയ ദ്വീപിലാണ്. ആ ദ്വീപിൽ വലിയൊരു കോട്ടയുണ്ട്. അതിൽ അകത്ത് കിടക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലേ പുറത്തു വരികയുള്ളൂ. ആ കോട്ടയ്ക്കകത്ത് ജയിൽ പുള്ളികൾ താമസിപ്പിക്കുന്ന ഇടമാണ്. അത് വലിയ പാതകങ്ങൾ ചെയ്തവരാണ്. അവർ പുറത്തു വരുന്നത് മരണത്തിനു ശേഷം കടൽ തീരത്ത് അടക്കം ചെയ്യാനുള്ള അവസരത്തിലാണ്. ഒരു ധനാഢ്യനായ ചെറുപ്പക്കാരന്റെ ചെന്നുപെട്ടു. അവൻ അതിനകത്ത് അസ്വസ്ഥതയാണ്. എങ്കിലും എന്നെങ്കിലും തന്റെ വീട്ടിലേക്ക് മടങ്ങി വരാനാകും അവന്റെ ചിന്തയാണ്. അവൻ അവിടെ ചെയ്യുന്ന കുഴിവെട്ടുകാരനുമായി ഒരു ധാരണയിലെത്തി മൃതദേഹം സംസ്കരിക്കാനായി കൊണ്ടുപോകുന്ന വ്യക്തിയോട് പറഞ്ഞു, ഇനി ആരെങ്കിലും മരിച്ചാൽ ഒരു ഉപകാരം ചെയ്യണം. അവിടെയുള്ള കഫേളയിൽ മൃതദേഹം വയ്ക്കുവാൻ വേണ്ടി ശവമഞ്ചം തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിയിൽ ഞാൻ കിടക്കുകൊള്ളാം. ഒരു വെളുത്ത തുണിയിൽ വിരിക്കാം. മൃതദേഹം അതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് പെട്ടി വട്ടം കെട്ടി കുഴിയിൽ ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ നീ ഒരു ഉപകാരം ചെയ്താണ്. കുഴിയിൽ വെച്ചുകൊള്ളൂ. ഓരോ തൂവ് മണ്ണും ഇട്ട് കഴിഞ്ഞ് കുഴി മൂടിക്കഴിയുമ്പോൾ എല്ലാവരും മടങ്ങിപ്പോകും. അപ്പോൾ മണ്ണ് മാറ്റി എന്നെ പുറത്തേക്ക് ഇറക്കി വിടണം. നിനക്ക് ആവശ്യമുള്ള പണം ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള സമയത്ത് ഞാൻ എത്തിച്ചു തരാം. എല്ലാ ഏർപ്പാടുകളും ചെയ്തു. വലിയ സന്തോഷമാണ്. കഥാകാരൻ പറയുകയാണ്, അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു വ്യക്തി മരിച്ചു. മണിയടി കേട്ടു. ഉടനെ ചെറുപ്പക്കാരൻ പോയി കപ്പേളിൽ വച്ചിരിക്കുന്ന മഞ്ചത്തിൽ കയറി കിടന്നു. വെള്ളത്തിൽ വിരിച്ചു. ആരൊക്കെയോ കൊണ്ടുവന്ന് മൃതദേഹം അതിന് മുകളിൽ വെച്ചു. ആ മഞ്ചം മനോഹരമായി കെട്ടി കടൽ തീരത്തുള്ള കുഴിയിൽ മഞ്ച് ഇറക്കി വെച്ചു. മണ്ണിടാൻ തുടങ്ങി. ഓരോ തൂമ്പ് മണ്ണ് വീഴുമ്പോഴും ഈ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷയാണ്. കാരണം കുറച്ചു കഴിയുമ്പോൾ ആ നീഗ്രോ എന്റെ കുഴിമാടത്തിന് മുകളിലുള്ള മണ്ണ് മാറ്റി എന്നെ പുറത്തേക്ക് ഇറക്കി വിടും. ഞാൻ സ്വതന്ത്രനാണ്. വലിയ കണക്കൂട്ടലുകളാണ്. എന്നാൽ അവസാന തൂമ്പ് മണ്ണും വീഴും. മൗനത്തിന്റെ ഘനം കൂടിയ നിമിഷങ്ങളാണ്. അനക്കമില്ല. കഥാകാരൻ വീണ്ടും പറയും, കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ മഞ്ചത്തിനടിയിൽ കിടന്ന് മൃതദേഹം ഒന്ന് കുലുക്കി നോക്കി. കഥയാണ് പറയുന്നു. അത് താൻ ആരുമായാണ് കരാർ ഉറപ്പിച്ചത്? ആ നീഗ്രോയാണ് അന്ന് മരിച്ചത്. എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയി. സ്നേഹമുള്ളവർ, ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതമാണ്. യൗസേപ്പ് പിതാവിന്റെ ജീവിതമാണ്. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. ഒരു കുടുംബം, ഇഷ്ടപ്പെടുന്ന യുവതി, അതുപോലെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള മനോഹരമായ സ്വപ്നങ്ങളെല്ലാം കൊണ്ട് യൗസേപ്പ് പിതാവിന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നുടഞ്ഞ് ദൈവം കാണിച്ച വഴിയിൽ കൂടെ മാത്രം ചരിക്കുവാൻ നിയുക്തരായ യൗസേപ്പ് പിതാവ് തന്റെ ജീവിതം ദൈവത്തിന്റെ കണക്കുകളോട് ചേർത്ത് ചിന്തിക്കേണ്ട ജീവിതമാണ് തിരിച്ചറിഞ്ഞപ്പോൾ മറുചോദ്യങ്ങളില്ലാതെ ജീവിതം മുഴുവൻ ദൈവത്തിൽക്കരങ്ങൾ വെച്ചുകൊടുക്കുന്ന മനോഹരമായ ദൃഷ്ടാന്തമാണ് സുവിശേഷം അവതരിപ്പിക്കുക. സ്നേഹമുള്ളവരെ, എനിക്ക് സാധിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ മുമ്പാകെ ദൈവം പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായി അങ്ങനെ സാധിക്കുന്നവർക്ക് മാത്രമേ യൗസേപ്പ് പിതാവിനെ പോലെ നീതിമാനെന്ന വിശേഷണത്തോടെ ജീവിക്കാൻ സാധ്യമാകൂ എന്നാണ് ഞാൻ കരുതുന്നത്. യൗസേപ്പ് പിതാവ് നമുക്കറിയാം, വലിയ ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണ്. തിരുക്കുടുംബത്തിന് ശിക്ഷണം കൊടുത്ത, തിരുക്കുടുംബത്തിന് കാവലായിരുന്ന വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയോട് ദൂതൻ മംഗളവാർത്തയിൽ ചോദിക്കുന്നുണ്ട്, ദൈവപുത്രന് ജന്മം കൊടുക്കാൻ നീ തയ്യാറാണോ എന്ന്. എനിക്ക് തോന്നുക ഈ ചോദ്യം പരിശുദ്ധ അമ്മയോട് മാത്രമുള്ള ചോദ്യമല്ല. പരിശുദ്ധ അമ്മയിലൂടെ ഈ
യൗസേപ്പിതാവിലേക്കും യൗസേപ്പിതാവിലൂടെ തിരുക്കുടുംബത്തിലേക്കുമുള്ള ചോദ്യമാണ്. ചോദ്യത്തിന്റെ അർത്ഥം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനും ദൈവത്തിന് വളരുവാനും ഇടം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ ചോദ്യം ഇന്ന് നമ്മോടുള്ള ചോദ്യമാണ്. നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ യൗസേപ്പിതാവിന് സാധിച്ചതുപോലെ, ദൈവപുത്രന് ശിക്ഷണം കൊടുത്ത് വളർത്തിയതുപോലെ നമ്മുടെ കുടുംബത്തെ ദൈവഹിതമനുസരിച്ച് വളർത്തുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പാതയിലൂടെ നടത്തുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് കുടുംബങ്ങളിൽ പ്രാർത്ഥന അന്യമാകുന്ന അവസ്ഥയാണ്. കുടുംബങ്ങളിൽ ദൈവിക ചിന്തയ്ക്ക് പ്രാധാന്യം കുറയുന്ന അവസ്ഥയാണ്. എഡ്വേർഡ് ഗിബൺ എന്നുള്ള ഗ്രന്ഥകാരൻ പറയും, റോമൻ സാമ്രാജ്യം തകർന്നു പോകാനായിരുന്ന കാരണം കുടുംബങ്ങളുടെ കെട്ടുറപ്പും മാന്യതയും നശിച്ചു, പ്രാർത്ഥനകൾ ഇല്ലാതായി, ധാർമ്മിക മൂല്യങ്ങൾ അധപ്പതിച്ചു. അപ്പോൾ എത്രമാത്രം വലിയ കുടുംബമാണെങ്കിലും, എത്രമാത്രം വലിയ സംസ്കാരമാണെങ്കിലും, ദൈവചിന്തയും ദൈവ സംസാരവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നു പോകുന്നുവെങ്കിൽ, ധാർമ്മികതയില്ലാത്ത, മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത നിസ്സംഗരായ ഒരു വിഭാഗം ജനങ്ങളാണ് വളർന്നു വരിക. നമുക്ക് ഉത്തരവാദിത്തമുള്ള സഹോദരങ്ങള്, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവിക ചിന്തയുണ്ടാകാൻ, നമ്മുടെ കുടുംബങ്ങളിൽ നന്മ പറയാൻ, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ. ഇന്ന് വലിയൊരു ദുഃഖം നമ്മെക്കുറിച്ചും നമ്മുടെ വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും കുറ്റം പറയും മറ്റാരുമല്ല, നമ്മൾ തന്നെ. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാണ്. കുടുംബങ്ങൾ ദേവാലയമാണെന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ശ്രീകോവിലാണെന്നും ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അനുദിനം ബലിയർപ്പണം പോലെ ദൈവചിന്തകളും ദൈവവചനവും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകുമോ? പ്രാർത്ഥിക്കാനും ദൈവത്തിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത് കുടുംബമാണ്. അപ്പോൾ ഈ കുടുംബത്തിൽ ദൈവിക നിലപാടുകൾ ഇല്ലാതെ വന്നാൽ തീർച്ചയാണ് നമ്മുടെ കുടുംബത്തിൽ നന്മയോ വിജയമോ ദൈവത്തിന്റെ കൃപ കൊണ്ടുണ്ടാകാനുള്ള സാധ്യത വിരളമാകും. വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് മാതൃകയാകുന്നതിനെയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം പറയും യേശുവിനെ കുറിച്ച്, പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവിടെ വളർന്നു കൊണ്ടുവരും. ഒരു കുടുംബത്തിൽ യേശു സാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ സംഭവിക്കുന്ന അത്ഭുതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് പറയുവാൻ സാധിക്കുമോ അവർ യഥാർത്ഥ അറിവിലും വിജ്ഞാനത്തിലും ദൈവിക ചിന്തയിലും വളരുന്നുവെന്ന്? വിശുദ്ധ കൊച്ചുദേശയെ കുറിച്ച് പറയുക, വിശുദ്ധ കൊച്ചുദേശയെ പ്രാർത്ഥിക്കുവാൻ പഠിച്ചത് അപ്പച്ചന്റെ മുഖത്ത് നോക്കിയാണ്. അപ്പച്ചൻ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അപ്പച്ചന്റെ മുഖത്തുണ്ടാകുന്ന ഭാവഭേദങ്ങളാണ് കൊച്ചുദേശയായി ദൈവിക ചിന്ത ഉണർത്തിയതും വളർത്തിയതും. നമ്മിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ഞങ്ങളുടെ ജീവിതം കണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അനുഭവവും അറിവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്? സ്നേഹമുള്ളവരെ, ദൈവം വേണ്ട എന്ന് പറയുന്ന സമൂഹത്തിലാണെന്ന, ദൈവവിശ്വാസിയാണ് എന്നതിന്റെ പേരിൽ അപമാനങ്ങളും ക്ലേശങ്ങളും ഒരുപക്ഷെ പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന സമൂഹത്തിലാണെന്ന. ഇവിടെ ദൈവത്തെ ആവശ്യമുണ്ട് എന്ന് പറയാൻ, ഞാൻ വിശ്വാസിയാണ് എന്ന് പറയാൻ നമ്മിൽ എത്ര പേർ ധൈര്യപ്പെടുന്നുണ്ട്? ഒരുപക്ഷെ ദേവാലയത്തിൽ വരുമ്പോൾ നമുക്കത്ര താല്പര്യമാണ്. ഇതിനപ്പുറത്തുള്ള ലോകം, ഞാൻ ജീവിക്കുന്ന അനുദിനമുള്ള ജീവിതം, അവിടെയും ദൈവത്തെ ആവശ്യമുണ്ട് എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുമോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതിയും അക്രമമെല്ലാം കണ്ട് നമ്മൾ വിലപിക്കാറുണ്ട്. പത്രം വായിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. എന്തെല്ലാം വാർത്തകളാണ്, അനീതിയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷി പോലും മരവിച്ചു പോകുന്ന അവസ്ഥയാണ്. ONV കുറുപ്പ് മനോഹരമായ കവിത ഇപ്രകാരം പറയുന്നു: എല്ലാം മറന്നൊന്നുറങ്ങിയ രാത്രികൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി. ഇന്നിൽ നമ്മിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റൊരാൾ കണ്ണിമ ചിന്താതെ കാവൽ നിന്നിടയണം. എല്ലാം മറന്ന് ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരാൾ ഉറങ്ങണമെങ്കിൽ മറ്റൊരാൾ കണ്ണിന് വെട്ടാതെ പാതിരാ മുഴുവൻ കാവലിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഒരു കവി വിലപിക്കുന്നത് അസ്ഥാനത്തല്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാമുണ്ട്. ഇതിനുള്ള പ്രതിനിധി സ്നേഹമുള്ളവരെ മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും ഈ സമൂഹം മുഴുവൻ ഈ അൾത്താറിൽ അർപ്പിക്കുന്ന ബലിയിലൂടെ ദൈവകൃപ നേടിയെടുക്കുമ്പോൾ, ദൈവിക ചൈതന്യം കൊണ്ട് നാമെല്ലാം നിറയുമ്പോൾ നമുക്കതിന് ഉത്തരമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, തിന്മയ്ക്ക് പകരം തിന്മയോ
അനീതിക്ക് പകരം അനീതിയോ ധാർഷ്ട്യത്തിന് പകരം ധാർഷ്ട്യമോ അല്ല. സ്നേഹത്തിന്റെ സംസ്കാരം കൊണ്ട് മാത്രമേ, ദൈവ വിചാരം കൊണ്ട് മാത്രമേ അനീതിയെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തുള്ള അനീതിക്കും അഴിമതിക്കും പീഡനവുമെല്ലാം ക്രൈസ്തവന്റെ മറുപടി ഒന്നേ ഉള്ളൂ: സ്നേഹം, ക്ഷമ. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ താലോലിച്ച് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ദൈവത്തിന് മുൻപിൽ മൗനം പാലിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവും ദൈവത്തിന് ശിക്ഷണം കൊടുത്തതുപോലെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച മക്കൾക്ക് ശിക്ഷണം കൊടുക്കുന്ന ഇടമായി മാറും. റിക് വാറൻ എന്ന് പറഞ്ഞ ഗ്രന്ഥകാരൻ പറയുന്നു, മനുഷ്യന്റെ എല്ലാ ചിന്തയും ആരംഭിക്കേണ്ടത് ദൈവത്തിൽ നിന്ന്. അവന്റെ എല്ലാ ചിന്തയും വളരേണ്ടത് ദൈവത്തിലേക്കാണ്. ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്രയിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവിക അനുഭവം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ക്രൈസ്തവ സാക്ഷ്യം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിലേക്കും ആനന്ദത്തിലേക്കുമാണ് നാം വളരേണ്ടത്. ഒരു ചെറിയ ചിന്തയോട് പറയാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ നായ വളർത്താറുണ്ട്. ഒരു നായയെ വളർത്തുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കും ആരെങ്കിലും വന്നാൽ അത് കുറയ്ക്കണം. നായയുടെ കുര കേൾക്കുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴൊക്കെ അത് വളരെ ശബ്ദത്തോടെ കുറയ്ക്കും. എത്ര നമ്മൾ പറഞ്ഞാലും കുര നിർത്തുകയില്ല. വേറെ ചിലപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ നായ കുറച്ചാലും നമ്മുടെ വീട്ടിലെ നായ കുറയ്ക്കും. പക്ഷെ 2-3 കുര കഴിയുമ്പോൾ ആ കുരയങ്ങ് താനെ നിന്ന് പോകും. കാരണം കണ്ട് കുറയ്ക്കുന്നതും കേട്ട് കുറയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസത്തിന്റെ കാര്യത്തിലും ഇത് വാസ്തവമാണ്. ഞാൻ ദൈവാനുഭവം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ദൈവാനുഭവമില്ലാതെ വെറും അതിന്റെ അനുഭവത്തിന്റെ അഭാവത്തിൽ സംസാരിക്കുന്ന വ്യത്യാസമുണ്ട്. ഇന്ന് യേശുവിനെ കുറിച്ച് അനുഭവിക്കാതെ ഞാൻ വിശ്വാസിയായി ജീവിക്കുമ്പോൾ എന്റെ ജീവിതം സാക്ഷ്യത്തിന്റെ ജീവിതം അല്ലാതായി തീരുന്ന ദുരന്തമാണ് പലപ്പോഴും സംഭവിക്കുക. ഈ തിരുനാൾ അതിനുള്ള മറുപടിയാണ്. ദൈവസന്നിധിയിൽ മൗനം പാലിച്ച് ദൈവം നടത്തിയ വഴികളിലൂടെ മാത്രം നടന്ന, ദൈവത്തോടൊപ്പം കണക്ക് കൂട്ടി തന്റെ കുടുംബം ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തന വേദിയാക്കി മാറ്റിയ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിതം നാം ധ്യാനിക്കുമ്പോൾ നമുക്കും അനുകരിക്കാവുന്ന മാതൃകയാണിത്. ദൈവത്തിന് മുൻപിൽ മൗനമായിരിക്കുക, മറ്റുള്ളവർക്ക് ദൈവസാക്ഷ്യവും ദൈവാനുഭവം കൊടുക്കാൻ. ഒരു ചോദ്യം മാത്രം നിങ്ങൾ മനസ്സ് സൂക്ഷിക്കണം. ഞാൻ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിതമാകുന്ന കണ്ണാടി കാണുമ്പോൾ എന്റെ ജീവിതത്തിൽ തെളിയുന്ന നന്മകളും കുറവുകളും തിരിച്ചറിയാനും അവിടെ ദൈവത്തിന്റെ കൃപ സമൃദ്ധമാകാൻ കഴിയുന്ന വിധം വിശുദ്ധ ഔസേപ്പിതാവിന്റെ ജീവിതം മാതൃകയാക്കി ആ ജീവിതം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ മൗനമായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മാധ്യസ്ഥം സമ്പന്നമാകട്ടെ. എന്നും ദൈവകൃപ നിറഞ്ഞ ജീവിതത്തിലേക്ക് മുന്നേറുവാൻ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അച്ഛന്റെ തുടർന്നുള്ള ശുശ്രൂഷയിൽ ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഭയുടെ നേതൃത്വം ഏറ്റെടുത്തതിനാൽ ഏറെ തിരക്കുകളുള്ളപ്പോഴും ദൈവത്തിന്റെ വലതുകരത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് എപ്പോഴും കൃത്യതയോടെ അച്ഛന്റെ മനോഭാവം പോലെ കൃത്യതയോടെ മുമ്പോട്ട് പോകുവാൻ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ കാഴ്ച സമർപ്പണമാണ്. കർമ്മശുശ്രൂഷയ്ക്ക് ശേഷം കാഴ്ച സമർപ്പണമാണ്. ഈ വർഷത്തെ പ്രസിഡന്റിമാരായിട്ടുള്ള 59 പേരാണ് കാഴ്ച സമർപ്പണം നടത്തുക. ചിത്തരായി സർവേശ കാരുണ്യം പ്രാർത്ഥിച്ചിടാം. ഐക്യവും ശാന്തിയും നൽകി സഭകളിൽ ക്രിസ്തീയ ചൈതന്യം പോകിടണേ. ദുഃഖമാകറ്റി അവനിൽ സമ്പൽ സമൃദ്ധമായി പാലിക്കണേ.
നസ്രയേത്തിൽ കുടുംബത്തിൽ മാറിയോസെഫിന്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്ത പിതാവിനെ പോലെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ.
ഏകദൈവമേ, വിശ്വസിക്കുമത്യനാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെ നാഥനായ ദൈവം ക്രിസ്തുതകൾ ആലപിക്കുവാനും സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രീയന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെ, ബ്രഹ്മചാരികളുടെ, കന്യകളുടെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയോടൊന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ വലിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കന്യാതിരേകത്താൽ യോഗ്യരാക്കി
അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഗണന ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിലൂറും നിന്ന് എവിടെ രക്ഷപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. വൈവിധ്യജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാന സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ മഹത്വമേർത്തത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ റോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. Hosanna, Hosanna, Hosanna.
സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതന, അങ്ങയുടെ സദൃശനും അങ്ങയെ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനം നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്റെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നും കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും വിലക്കിരുമാകുലരുമായ ദാസ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിർമ്മിച്ചു കൂടിയിരിക്കുന്നു. അന്ന് പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം
അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വങ്ങളേക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ബെനഡിക്ട് 16 മാർപ്പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ മേലധിഷ്ഠിത പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സെബാസ്റ്റ്യൻ മെത്രാപ്പൊലീത്താന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പേരിലുമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാര്യത്തെ പ്രത്യാശ കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഇടവകയിലെ ഓരോരുത്തർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മല വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങനെ അഭിഷേകത്തിന് ശരീരത്താൽ ഞങ്ങൾ അർപ്പിക്കപ്പെടുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ സന്നിധിയിൽ സംവേദിക്കാൻ നൽകിയ നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനനീയവും സമൃദ്ധമായ പ്രയാസമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുവെന്നും ഭൂവാസികളാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവുടെയുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവ ജീവദായകമായ ആൾക്കാർ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നന്മത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചതെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും വിലക്കിടങ്ങളിലേസ്ഥിരമായ ദാസരും അങ്ങ് നൽകിയ മാതൃകമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന്റെ ശക്തമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭരണജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് നൽകണമേ. അങ്ങയുടെ ദാസന്മാരിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിലും മനുഷ്യരുടെ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിക്കത്തിൽ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യമായ ജീവിതത്തിൽ കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാത്മകമായ ശാന്തിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിലെ അമലിലേക്ക് രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. ും
കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും നാഥനാകേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവ ജീവദായകവുമായി അപ്പം സുഖം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പൃഥ്വിരാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
കർത്താവേ, ഞങ്ങളുടെ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ മനുഷ്യൻ ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശേഷമായ പ്രാർത്ഥന അങ്ങിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ സൈനികൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവും പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ആവശ്യം ശതഭാവനം അവിടുത്തെ കാലത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോൾ എന്നേക്കും ആമേൻ. Thank you.
ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാവുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇടവകയുടെ പ്രധാന തിരുനാൾ ഏറ്റവും പ്രധാനപ്പെട്ട ബലി അർപ്പിക്കുമ്പോൾ ഇടവക മധ്യസ്ഥന്റെ രൂപവും ഭാവവും ഉള്ളയാൾ തന്നെ വേണമെന്ന് സാധ്യമുണ്ടായിരുന്നു. യോസേഫ് പിതാവിന്റെ മുഖസാദൃശ്യമുള്ള, യോസേഫ് പിതാവിന്റെ സ്വഭാവമുള്ള നല്ല ഒരു അച്ഛനെ നമുക്കതിനായിട്ട് ഒത്തുകിട്ടി. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ, ഫാദർ ജോർജ് വയലിൽ OCD ഡൽഹിയിലെ സീറോ മലബാർ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛന്റെ ഏതാനും കാസറ്റുകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. നമ്മുടെ റെക്കോർഡിട്ടപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കാസറ്റുകളാണ് പാടിക്കൊണ്ടിരുന്നത്. ഏതാനും കാസറ്റുകൾ എന്റെ കൈവശമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ മ്യൂസിക് പഠിച്ച് ആ ശുശ്രൂഷയിൽ തന്നെ ഒതുങ്ങാതെ, ഗാന ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങാതെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന പല മേഖലകളിൽ തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഡൽഹിയിലെ തന്റെ ശുശ്രൂഷാ രംഗത്ത് വളരെ മഹനീയമായ മുദ്ര പതിപ്പിച്ച അദ്ദേഹം ദൈവഹിതത്തിന്റെ വലിയൊരു പ്രേക്ഷകനാണ്. വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണാം. ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ബലിയെ സ്നേഹിക്കുന്ന, ബലിയിൽ ഇല്ലാതാവുന്ന നല്ല ഒരച്ഛൻ. ആദ്യ പരിചയത്തിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ഭക്തിയും ദൈവവിശ്വാസവും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ഒക്കെ ആ സംസാരത്തിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ഉറപ്പിച്ചു. അദ്ദേഹത്തെ പ്രധാന തിരുനാളിന് ആവശ്യപ്പെട്ടപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് ബലിയർപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായി. ബഹുമാനപ്പെട്ട അച്ഛൻ ഇടവകാരുടെ എല്ലാവരുടെയും പേരിൽ ഒത്തിരി നന്ദി. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം സകലത്തെയും പൗത്രീകരിക്കുന്ന തന്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ദൈവദാതാവുമായ മിശിഹാ കൃപാവൻ നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായി ആചാരം നിന്റെ കാര്യാഗ്രഹത്താൽ ഞങ്ങളുടെ കടകളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പീഡിതമായി പ്രവർത്തിച്ച എല്ലാവരും ഒന്നിച്ച് സുഖരാജ്ഞമായ ജീവിതത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കം.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ എന്ന ഉന്നത സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ധീരമായി സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണ്ണനീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷിമകുടം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃകയെ പിഞ്ചെന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പകർച്ചവ്യാധികളിൽ നിന്ന് അത്ഭുതകരമായ നഗരത്തെ രക്ഷിച്ച വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീരിക രോഗങ്ങളിൽ നിന്നും ആത്മീയ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും നരകവാതിലുകൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്നും അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് വിശ്വാസദാർഢ്യവും പുണ്യത്തിൽ അഭിവൃദ്ധിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ യോസേഫ് പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളും ഇടവകയും നാടും അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഇപ്പോഴും